ആദ്യമായിട്ട് ഇതെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ വെബ്സൈറ്റിലേക്ക് നമ്മൾ തന്നിരിക്കുന്ന മെയിൽ ഐ ഡി, അതായത് യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്ത ഉടനെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഉണ്ട്, ഡാഷ്ബോർഡ്. അപ്പോൾ അതിനടുത്ത സൈഡിലുള്ള ഈ 3 വരയ്ക്ക് മെനു ബാർ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മാസ്റ്റേഴ്സ് പോയിട്ട് സെറ്റിങ്സ് എടുക്കുക. ആ സെറ്റിങ്സിലാണ് നമ്മൾ ഒന്നുകൂടി ലോഗിൻ ചെയ്യാനാണ് ലോഗൗട്ട്. ഇപ്പോൾ ഈ യൂസർ നെയിമിലാണ് നമ്മൾ ഈ സാധനങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പം പ്രോഗ്രാമിൻ്റെ പേര് FS 2K24, റിസൾട്ട് കൊണ്ട് എത്രയാണോ മാക്സിമം റിസൾട്ട് വരും അത്രയും കൊടുക്കുക. ഒരു ഇപ്പോൾ എടുത്ത് ഓഫ് സ്റ്റേജ് മാക്സിമം പാർട്ടിസിപ്പൻസ് ഒരു 100, ഓൺ സ്റ്റേജ് ഏകദേശം 100. ഇതൊന്നും കറക്റ്റ് എണ്ണം അറിയില്ല എന്നുണ്ടെങ്കിൽ എന്താക്കുക, ഏകദേശം ഒരിക്കലും എത്താത്തൊരു ഫിഗർ ഉണ്ടാവും, ആ ഫിഗറിലേക്ക് കൊടുക്കുക. മാക്സിമം അലോഡ് പ്രോഗ്രാം ഫോർ പാർട്ടിസിപ്പൻസ് 100. ഇതൊക്കെ ഒരിക്കലും എത്താത്തൊരു എനേബിളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റിങ്സ് അപ്ഡേറ്റ് ആയി. പിന്നെ അത് കഴിഞ്ഞ ഉടനെ നേരെ പോകേണ്ടത് മാസ്റ്റേഴ്സിൽ തന്നെ ഗ്രേഡ് ആവശ്യമുണ്ടെങ്കിൽ ഗ്രേഡ് ഇൻഫോ കൊടുക്കുക. നിലവിലിപ്പോൾ ചാരുമല്ല, അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രേഡിൻ്റെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഗ്രേഡാണ് ഇപ്പോൾ നിലവിൽ കിട്ടുള്ളൂ. പിന്നെ യൂസേഴ്സ് ഇതിൻ്റെ ആവശ്യം മദ്രസ പരിപാടികൾക്ക് ഉണ്ടാവില്ല, കാരണം ഇത് 2 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന സ്ഥലങ്ങളിലാണ് യൂസേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാകുക. പിന്നെ അടുത്ത ഘട്ടം ടീംസാണ്. അപ്പോൾ ടീംസിലേക്ക് കയറി കഴിഞ്ഞാൽ 2 ടീം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ടീമിൻ്റെ പേരടിച്ച് സേവ് ചേഞ്ചസ് കൊടുത്താൽ എന്താവും, ഇവിടെ ടീം ആഡ് ആവും. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നേരെ മാസ്റ്റേഴ്സിലേക്ക് തന്നെ തിരിച്ചു വന്ന് കാറ്റഗറി ആഡ് ചെയ്യലാണ്. കാറ്റഗറി പറഞ്ഞാൽ ഇതിലിപ്പോൾ 4 കാറ്റഗറി ആഡ് ചെയ്തിട്ടില്ലേ, അതും ഇതേപോലെ തന്നെ ന്യൂ കൊടുത്ത് കാറ്റഗറി ആഡ് ചെയ്ത് കാറ്റഗറീൻ്റെ പേര് ആഡ് ചെയ്യുക. ചെസ് നമ്പർ ഏത് മുതലാണ് ചെസ് നമ്പർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് മിഡ് സോൺ ഒരു 301 മുതലാണ് തുടങ്ങേണ്ടത്, ഇവിടെ മിഡ് സോൺ അടിക്കുക, തൊട്ടടിയിൽ 301 അടിക്കുക, സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ പുതിയൊരു ഇത് ക്രിയേറ്റ് ആവും. തൊട്ട് ശേഷം മാസ്റ്റേഴ്സിലേക്ക് തന്നെ പോയി പ്രോഗ്രാംസിലേക്ക് വരിക. പ്രോഗ്രാംസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ മത്സരങ്ങളാണുള്ളത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യ മത്സരത്തിൻ്റെ പേര്, ഫസ്റ്റ് പ്രൈസിന് എത്ര മാർക്ക് വരും, സെക്കൻഡ് പ്രൈസിന് എത്ര മാർക്ക്, തേർഡ് പ്രൈസിന് എത്ര മാർക്ക്. ഇനി ഇത് ഗ്രൂപ്പ് മത്സരമാണ്, ഗ്രൂപ്പിന് ടിക്കറ്റ് എടുക്കുക. ഓഫ് സ്റ്റേജാണ്, ഓഫ് സ്റ്റേജിന് ടിക്കറ്റ് എടുക്കുക, ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെയും എന്താ പറയുക, മാക്സിമം എത്താത്തൊരു ഫിഗർ ഇട്ട് കൊടുത്താൽ ഈ 2ലും. പിന്നെ ജനറൽ, ഹൈ സോണ്, ലോ സോൺ, മിഡ് സോൺ. ഇപ്പോൾ 4 വിഭാഗങ്ങളിൽ ഈ മത്സരം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രസംഗം മര്യാദയാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ കൊടുത്തു. 4 ഇതിനും ഈ മത്സരം ഉണ്ടെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ജനറൽ, ഹൈ സോണ്, ലോ സോണ്, മിഡ് സോണ്, അങ്ങനത്തെ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നിട്ട് സേവ് ചേഞ്ചസ് കൊടുത്ത് മതി. പിന്നെ അതേപോലെ തന്നെ വീണ്ടും മാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുന്നു. ടീം മാനേജേഴ്സിന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മദ്രസകളിൽ ആവശ്യം ഉണ്ടാവില്ല, 2 ടീം ലീഡേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ 2 ഘട്ടങ്ങളിലൊക്കെ ആയിട്ട് വലിയ പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ വേറൊരു പോർട്ടലും കൂടി കൊടുക്കണം. നിലവിൽ നബിദിന സോഫ്റ്റ്വെയറിൽ അതില്ല. അപ്പം അതിൽ 2 ടീം മാനേജേഴ്സിനെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിനുശേഷം മാസ്റ്റേഴ്സിലേക്ക് സ്റ്റേജൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റേജ് പോവുക, ഇതിൽ 2 സ്റ്റേജ് ആഡ് ന്യൂ കൊടുക്കുക. ഒന്ന് സ്റ്റേജിൻ്റെ പേര്, ഏതെങ്കിലും മാനേജറിൻ്റെ പേര്, ഒരു മൊബൈൽ നമ്പർ, പിന്നെ പാസ്വേഡും കൊടുക്കുക. ഇത് മെയിൻ സ്റ്റേജാണ്, ഓഫ് സ്റ്റേജാണ്, അങ്ങനെ 2 സ്റ്റേജുകൾ, അതായത് നോൺ സ്റ്റേജും ഓൺ സ്റ്റേജ് 2ഉം ആഡ് ചെയ്യുക. ഓഫ് സ്റ്റേജും ഓൺ സ്റ്റേജും എന്തെങ്കിലും ഒരു പേരിൽ 2ഉം ആഡ് ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റേജ് 1 സ്റ്റേജ് 2 എന്ന് കൊടുത്താലും മതി. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് സേവ് ചേഞ്ചസ് കൊടുക്കുക. പിന്നെ അതിന് ശേഷം പിന്നെയുള്ള മാനേജ്മെൻറ്റാണ്. മാനേജ്മെൻറ്റ് ഫസ്റ്റ് രജിസ്ട്രേഷനാണ്. അതിൽ കുട്ടികളെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ആദ്യം രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുക. പിന്നെ ശേഷം പേര്, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി. ഇതിപ്പോൾ ഹൈ സോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് ചെസ് നമ്പർ വന്നു 410. എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ആക്കിയിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ എൻട്രി വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിൽ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പം 418 അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് 418 ഓൾറെഡി ഒരു സാധനം വന്നിട്ടുണ്ടാകും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായി വിഷയങ്ങൾ വരും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കാറ്റഗറിയിൽ നമ്മൾ എന്തൊക്കെ പ്രോഗ്രാംസ് ആഡ് ചെയ്തിട്ടുണ്ട് ആ പ്രോഗ്രാം അടിയിൽ കാണിക്കും. ഏതൊക്കെ പ്രോഗ്രാമിനാണ് ഈ കുട്ടിയുള്ളതെന്നുള്ള സെലക്ട് ചെയ്യുക, രജിസ്റ്റർ കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത ഓപ്ഷനാണ് മാനേജ്മെൻറ്റിൽ പ്രോഗ്രാം ഷെഡ്യൂൾ ഉണ്ടാക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പ്രോഗ്രാം ഷെഡ്യൂൾ ഇപ്പോൾ ആഡ് ന്യൂ കൊടുക്കുന്നു. ഒരു പ്രോഗ്രാം സെലക്ട് സ്റ്റേജ്, ആദ്യം ഇവിടെ സ്റ്റേജ് സെലക്ട് ചെയ്യണം. പിന്നെ സെലക്ട് കാറ്റഗറി കൊടുക്കുന്നു. സെലക്ട് പ്രോഗ്രാം, ലൊക്കേഷൻ ഇംഗ്ലീഷ്.
ഇപ്പോൾ ഡേറ്റും ടൈമും ഏത് മുതലാണ് തുടങ്ങുന്നത്, ടൈമും ഡേറ്റും അടക്കം, പിന്നെ ഏത് ടൈമിലാണ് അവസാനിക്കുന്നത്, സേവ് ചേഞ്ചസ് കൊടുക്കുക. പിന്നെ ഇതിലുള്ളൊരു സാധനം എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ടീം ലീഡേഴ്സിന് അസൈൻ ചെയ്യാൻ പറ്റും ഗ്രൂപ്പ്. അതിപ്പം ഉദാഹരണത്തിന് അസൈൻ ഗ്രൂപ്പ് ലീഡർ പോയി കഴിഞ്ഞാൽ ഇതാ സെലക്ട് കാറ്റഗറി ഒരു ജനറലിൽ ഒരു ഗ്രൂപ്പ് സോങ് കാറ്റഗറി എടുത്തു, സെലക്ട് ടീം മീം കൊടുത്ത് ഗെറ്റ് പാർട്ടിസിപ്പൻസ് കൊണ്ട് കണ്ടോ. ഇതിലിപ്പോൾ 2 ആളെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആ ഫസ്റ്റത്തെ ആൾ ടിക്കറ്റ് ഇട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അയാളാണ് ഈ പരിപാടീൻ്റെ ടീം മാനേജേഴ്സ് ആയിട്ടുണ്ടാവുക, ഗ്രൂപ്പ് ലീഡർ ആയിട്ടുണ്ടാവും. അതായത് ഒരു ഗ്രൂപ്പ് പരിപാടീൻ്റെ അമീർ ആരാണോ അവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ പിന്നെ മാനേജ്മെൻറ്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ റിസൾട്ട് എൻട്രി ഓപ്ഷൻ ഉണ്ട്, ഗ്രീൻ റൂം ഓപ്ഷൻ ഉണ്ട്, റിസൾട്ട് സ്റ്റാറ്റസ് ട്രേസ് ഉണ്ട്, റിസൾട്ട് അപ്രൂവൽ ഉണ്ട്. അപ്പം റിസൾട്ട് എൻട്രിയിലാണ് നമ്മൾ മാർക്ക് എൻട്രി ചെയ്യേണ്ടത്. ഇതിപ്പം കാറ്റഗറി സെലക്ട് ചെയ്യുക, ജനറൽ, ചുമരെഴുത്ത്, നമ്പർ ഓഫ് ജഡ്ജസ്. എത്ര മദ്രസകളിലൊക്കെ ആകുമ്പോൾ കൂടുതൽ 2 ജഡ്ജസ് ഉണ്ടാവാറുള്ളൂ. 3 എണ്ണം ഉണ്ടെങ്കിൽ 3 എണ്ണം കൊടുക്കുക. അപ്പം 3 ആൾക്ക് മാർക്ക് ഇടാനുള്ള ഓപ്ഷൻ വരും. 2 ആളാണ് 2 ആൾക്ക് കൊടുക്കുക. ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഓട്ടോമാറ്റിക് റിസൾട്ട് വരും. പിന്നെ അതേപോലത്തെ ഒരു ഓപ്ഷനാണ് ഗ്രീൻ റൂമിലേക്ക്. ഇപ്പം നമുക്കൊന്ന് കയറി നോക്കിയാൽ കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈസോൺ കയറി ലൊക്കേഷൻ മലയാളം ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ മത്സരിക്കാണ്ട്. ഇതെന്തിനാ വെച്ചാൽ നമുക്കതാണ് കോഡ് ലെറ്റേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 413 കോഡ് ലെറ്റർ എ, 412 കോഡ് ലെറ്റർ ബി, കോഡ് ലെറ്റർ സി, അങ്ങനെ കോഡ് ലെറ്റർ അടിച്ചു ഗെറ്റ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുക. അപ്പോൾ കോഡ് ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രീൻ റൂമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് അത്. പിന്നെ റിസൾട്ട് സ്റ്റാറ്റസ് ഡേയ്സ്, അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഏതൊക്കെ റിസൾട്ട് അനൗൺസ് ചെയ്തു, ഏതൊക്കെ ഇതാക്കി എന്നുള്ളത് നമുക്ക് എന്താക്കാം ഇവിടെ ഇങ്ങനെ ഇതാക്കി കൊടുത്തു വിടാം. ഏതൊക്കെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ള അനൗൺസ്ഡ് ഡിസ്ട്രിബ്യൂട്ട് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഏതൊക്കെ കൊടുത്തു, ഏതൊക്കെ മിസ്സായിട്ടുണ്ടെന്നൊക്കെ അറിയാൻ, ഏതൊക്കെ അനൗൺസ് ചെയ്തു. അപ്പോൾ അനൗൺസ് ചെയ്യുന്നത് ഇതിലങ്ങനെ ചെയ്ത് പോയാൽ അവസാനത്തേക്ക് എന്തുണ്ടാവില്ല, നമ്മൾ വേറെ നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയൊക്കെ ഏതൊക്കെ അനൗൺസ് ചെയ്ത് ഇനി ഏതൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ടെന്നുള്ളത് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലിട്ട് തന്നെ ട്രാക്ക് ചെയ്ത് പോയാൽ. പിന്നെ റിസൾട്ട് അപ്രൂവലാണ്. നമ്മളിപ്പോൾ ഒരു റിസൾട്ട് ആഡ് ചെയ്ത് ഹൈസോണ് ലൊക്കേഷൻ മലയാളം ഗെറ്റ് ഡീറ്റെയിൽസ്. അപ്പം ഇതിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതെന്താ പ്രൊമോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സംഭവം ഇവിടെ ആവശ്യമില്ല. ഇത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ടീം മാനേജേഴ്സ് എൻട്രി ഉള്ള സ്ഥലങ്ങളിൽ മാത്രം വരുന്ന സാധനമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മാനേജ്മെൻറ്റിൽ ഏകദേശം കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ റിപ്പോർട്ട്, അതിൻ്റെ മുമ്പ് റിപ്പോർട്ടിന് നമുക്കൊന്ന് ഡൗൺലോഡ്സ് നോക്കാം. ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ 2 എണ്ണമുള്ള ജഡ്ജ്മെൻറ്റ് ഷീറ്റും ഗ്രീൻ റൂം ഷീറ്റും. ജഡ്ജ്മെൻറ്റിന് വാല്യുവേഷന് വേണ്ടി കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ജനറൽ ക്യാമ്പസും കൊടുത്തു, ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു, ഇതങ്ങനെ വരും. അത് പ്രിൻറ്റിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ടാബിൽ എന്താവും, നമുക്കൊരു പ്രിൻ്റ് എടുക്കാൻ പാകത്തിന് ഇങ്ങനെ ഒരു PDF വരാം. ഇത് നേരെ പ്രിൻ്റ് എടുത്തിട്ട് എന്താക്കിയത് ജഡ്ജ് വാല്യുവേഷന് കൊടുക്കുക. ഇനി പ്രിൻ്റർ ഇല്ലാത്ത ആളുകൾ ഇതിവിടെ PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് നേരത്തെ പ്രിൻ്റ് എടുത്ത് വെക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് വാല്യുവേഷൻ ഗ്രീൻ റൂം ഷീറ്റാണ്. അത് ഗ്രീൻ റൂമിൽ വരുന്ന കുട്ടികൾക്ക് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കും. ഹൈസോണ് ലൊക്കേഷൻ മലയാളം ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ജസ്റ്റ് നമ്പർ കോഡ് ലെറ്റർ നമ്മൾ അവിടെ ആദ്യം ഗ്രീൻ റൂമിൽ മറ്റേ ഓൾറെഡി കിട്ടുന്ന സ്ഥലം ഗ്രീൻ റൂമിൻ്റെ ടാബിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, നമുക്ക് കോഡ് ലെറ്റർ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. ആ കോഡ് ലെറ്റർ ഇതിലേക്കും വരും. പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ സൈഡിൽ കുട്ടികളെ കൊണ്ട് സിഗ്നേച്ചർ ഇടിപ്പിച്ചാൽ പുതിയൊരു ടാബ് ഇതേപോലെ ഓപ്പൺ ആയി വരും. സൈഡിൽ കുട്ടികൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഗ്രീൻ റൂം ഷീറ്റ് ഓക്കെ. ഇത് ഓഫീസ് യൂസിനുള്ള സാധനമാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനും ഉണ്ട്. പിന്നെ ഇതിലുള്ള മറ്റൊരു ഓപ്ഷനാണ് ഡൗൺലോഡ്സിൽ നമ്മളെത്തി. ഇനി നോക്കേണ്ട റിപ്പോർട്ട്സിലാണ്. റിപ്പോർട്ടിൽ കയറി കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻറ്റിൻ്റെ ഫുൾ വ്യൂ ഉണ്ട്, പ്രോഗ്രാം വൈസ് ഉണ്ട്, അപ്രൂവ്ഡ് ലിസ്റ്റ് ഉണ്ട്, സ്കോർ ഇൻഫോ ഉണ്ട്. ഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഫുള്ള് മത്സരാർത്ഥികൾ, പിന്നെ പ്രോഗ്രാം വൈസ് ഉള്ള മത്സരാർത്ഥികളുടെ പേരും ഡീറ്റെയിൽസും, പിന്നെ ലാസ്റ്റ് ഫൈനൽ അപ്രൂവ്ഡ് ലിസ്റ്റും സ്കോറിൻ്റെ ഇൻഫോ ഒക്കെയാണ് ഇതിലുള്ളത്. പിന്നെ റിസൾട്ട്സിൽ ഓവർവ്യൂ ഉണ്ട്, ബൈ സെലക്ഷൻ ഉണ്ട്, വിന്നേഴ്സ് ലിസ്റ്റ് ഉണ്ട്. പിന്നെ സ്കോർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ സ്കോർ ഓരോരുത്തർക്കും എത്ര മാർക്ക് കിട്ടി എന്നുള്ള ഇൻഡിവിജ്വലായിട്ട് ഒരു കുട്ടി എത്ര മാർക്ക് വാങ്ങിയെന്നുള്ളത്, അതായത് കലാപ്രതിഭ സർപ്രതിഭയൊക്കെ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനാണ് ഇൻഡിവിജ്വൽ
ടീംസ് പറഞ്ഞാൽ 2 ടീമിൽ ഒരു ടീമിൻ്റെ മാർക്ക് എത്രയാണെന്ന് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിലുള്ളത്. മൊത്തത്തിൽ ഏകദേശം ഒരു ഫെസ്റ്റിന് കിട്ടേണ്ട എല്ലാ ഓപ്ഷൻസും ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി കൂടുതൽ ഡൗട്ടുള്ളത് എന്താക്കുക ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ ഇൻഷാ അല്ലാഹ് പറയാം.